ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ഗ്രാമീണ മേഖലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്കായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ വാഴക്കോട് സ്ഥാപിച്ച കരിയർ ഡെവലപ്മെന്റ് സെന്റർ കെട്ടിടം പണി പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാനായില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഉടൻ പ്രവർത്തിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. 2023 സെപ്റ്റംബർ 19 മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച വാഴക്കോടുള്ള സ്ഥലത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. മിന്നൽ വേഗത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും ഫർണിച്ചറുകളും കമ്പ്യൂട്ടറും ഡ്രസ് വർക്കുകളും ചുറ്റുമതിലും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുമതി കാത്തുകിടക്കുകയാണ്. കേരള തൊഴിൽ വകുപ്പിന്റെ കീഴിൽ 2021-22 വർഷത്തിലാണ് കേരളത്തിന്റെ തന്നെ 2 കരിയർ ഡെവലപ്മെന്റ് സെന്ററുകളിൽ ഒന്ന് കെ രാധാകൃഷ്ണൻ MLAയും മന്ത്രിയുമായിരിക്കുമ്പോൾ ചേലക്കരയ്ക്ക് അനുവദിച്ച് കിട്ടിയത്. ഗ്രാമീണ മേഖലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്കായി 2016-17 സാമ്പത്തിക വർഷം മുതൽ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് മുഖേന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന നൂതന പദ്ധതിയാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ. 2 നിലകളിലായി 317.62 ചതുരശ്ര മീറ്റർ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ വെയിറ്റിംഗ് ഹാള്, സെന്റർ മാനേജർ ക്യാബ്, കമ്പ്യൂട്ടർ ലാബ്, ഡൈനിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും, 1ാമത്തെ നിലയിൽ ലൈബ്രറി, 50 കുട്ടികളെ ഉൾക്കൊള്ളാവുന്ന ക്ലാസ് റൂം, ഡൈനിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. മാത്രമല്ല 2 നിലകളിലും ടോയ്ലറ്റ് സൗകര്യവും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം തൃശൂർ നിർമ്മിതി കേന്ദ്രം ഫർണിച്ചർ വർക്കുകൾക്കുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ചുവെങ്കിലും അനുമതി ലഭിക്കാത്തതാണ് സെന്ററിന്റെ ഉദ്ഘാടനം വൈകുവാൻ കാരണമെന്നാണ് പറയുന്നത്. പണി പൂർത്തീകരിച്ച കെട്ടിടത്തിൽ കരിയർ ഡെവലപ്മെന്റ് സെന്റർ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും മറ്റ് വിവിധ പദ്ധതികൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ നോക്കുകുത്തിയാകുന്നത് പോലെ കരിയർ സെന്ററിനെ മാറ്റരുതെന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം MP കുഞ്ഞിക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട നൈപുണ്യ കേന്ദ്രം ഞങ്ങൾ അറിഞ്ഞിടത്തോളം കേരളത്തിൽ 2 എണ്ണമാണെന്നും അതൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലേക്ക് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ്റെ നിയോജകമണ്ഡലത്തിലേക്ക് അനുവദിച്ചതായിട്ട് ഞങ്ങൾ അറിയിക്കുകയും പഞ്ചായത്ത് അടിയന്തരമായി ഒരു നല്ല ഒരു പ്രോജക്റ്റ് നൈപുണ്യ കേന്ദ്രം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല മുള്ളൂർക്കരക്ക് തന്നെ ഒരു വലിയ അസറ്റാവുന്ന രീതിയിൽ ആ സന്തോഷം ഞങ്ങളെല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ച് അവിടെ പോയി സ്ഥലം കണ്ട് പഞ്ചായത്തിൻ്റേതായ വാഴക്കോടുള്ള സ്ഥലത്തിൽ നിന്ന് നൈപുണ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം അവർ പറഞ്ഞ സ്ഥലം നമ്മൾ കൊടുത്തു. അതിന് പണികളൊക്കെ ദ്രുതഗതിയിൽ പണികൾ നടക്കുന്നുണ്ട്, പണികൾ പൂർത്തിയായതായി കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ആ നൈപുണ്യ കേന്ദ്രത്തിൻ്റെ ആരംഭം നടത്താത്തതിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയമുണ്ട്. എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് ആ ചെയ്ത ആവേശത്തോടു കൂടെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ നൈപുണ്യ കേന്ദ്രത്തിൽ അതിൻ്റെ ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നത് അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഒരുക്കാനുള്ളതെന്നും ഫർണിച്ചറുകളും മതിലും ഗേറ്റുമായി 50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ഉടൻ ലഭിക്കുന്ന മുറയ്ക്ക് സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നും കെ രാധാകൃഷ്ണൻ MPയുടെ ഓഫീസ് അറിയിച്ചു. VCV ന്യൂസ് മുള്ളൂർക്കര. You are watching VCV News.